ഒരു കരിങ്കൽ ഒരിക്കലും ഉളി തൻ്റെ ശരീരത്തിൽ ഏൽപ്പിക്കുന്ന വേദനകളെക്കുറിച്ച് ആരോടും പരാതി പറയാറില്ല. കരിങ്കല്ല് ഉളിയോട് തിരിഞ്ഞു നിന്ന് ചോദ്യം ചോദിക്കാറില്ല, പരിഭവിക്കാറില്ല, പിണങ്ങിപ്പോകാറുമില്ല. കാരണം കരിങ്കല്ലിനറിയാം ഉളി തൻ്റെ ശരീരത്തിൽ ഏൽപ്പിക്കുന്ന മുറിവുകൾ, വേദനകൾ തൻ്റെ ഉള്ളിലുള്ള മനോഹരമായ ശില്പത്തെ പുറത്തു കൊണ്ടുവരുവാൻ വേണ്ടിയാണ്. എന്നാൽ ഈ വേദന സഹിക്കാതെ ഇടയ്ക്ക് പൊട്ടിപ്പോകുന്ന കരിങ്കല്ലുകൾ ഏതെങ്കിലുമൊക്കെ ചവിട്ടുപടികൾക്ക് ഉപയോഗിക്കാൻ സാധ്യമാകുകയുള്ളൂ. എന്നാൽ വേദന സഹിച്ചു നിൽക്കുന്ന കരിങ്കല്ല് മനോഹരമായ ശില്പങ്ങളായി മാറുകയോ അല്ലെങ്കിൽ അതിലുപരി മനുഷ്യരാൽ ആരാധിക്കപ്പെടുന്ന വിഗ്രഹങ്ങളായി മാറുകയോ ചെയ്യുകയാണ്. ജീവിതം ഇതുപോലെയാണ്. പ്രയാസങ്ങളുണ്ടാകാം, പ്രതിസന്ധികളുണ്ടാകാം, കുറ്റപ്പെടുത്തലുകളുണ്ടാകാം, ഒറ്റപ്പെടുത്തലുകളുണ്ടാകാം. എന്നാൽ അതിനെ സഹിച്ച് ക്ഷമിച്ച് മുന്നേറുമ്പോൾ തീർച്ചയായും നമ്മളും മനോഹരമായ ശില്പങ്ങളായി മാറും. ഈ പ്രതിസന്ധികൾ ജീവിതത്തെ നശിപ്പിക്കാനല്ല, എന്നാലോ കൂടുതൽ ശോഭയോടെ മനോഹരമായ ശില്പങ്ങളായി മാറുവാനുള്ള ഒരു വലിയ ക്രമീകരണമാണെന്ന് നാം തിരിച്ചറിയണം. ശരിയല്ലേ? എല്ലാവർക്കും നന്മകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.